വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ പ്രിയങ്ക ഗാന്ധി വരാത്തതിൽ വെട്ടിലായി കോൺഗ്രസ്. വിമർശനവുമായി CPM. ബിൽ അല്പസമയത്തിനകം രാജ്യസഭയിൽ. DMK ബില്ലിനെതിരെ സുപ്രീം കോടതിയിലേക്ക്. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഒന്നും ബില്ലിലില്ലെന്ന് VD സതീശൻ, ഉണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെ ചോദ്യം ചെയ്യും. പിടിയിലായ യുവതിയും നടന്മാരുമായുള്ള ചാറ്റ് തെളിവാക്കിയ എക്സൈസ്. കർണാടകത്തിൽ നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ഷാഫി കാസർഗോഡ് ഹാഷിഷുമായി പിടിയിൽ. നേതാക്കൾക്ക് 75 വയസ്സ് നിബന്ധന ഒഴിവാക്കണമെന്ന് CPM പാർട്ടി കോൺഗ്രസിൽ ആവശ്യം. പ്രവർത്തന പരിചയമുള്ളവർ കൂട്ടത്തോടെ മാറുന്നത് ബാധിക്കുമെന്ന് നേതാക്കൾ. പ്രായപരിധിക്കെതിരെ കേരള ഘടകവും. അമേരിക്കയുടെ പകരം തീരുവയുടെ ആശങ്കയിൽ രാജ്യം. ചില ഉൽപ്പന്നങ്ങളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ കാര്യമായി ബാധിക്കാതെ ഓഹരി വിപണി. ഇന്ത്യക്ക് 26% വരെ ഇറക്കുമതി തീരുവ. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്നതിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. വൈകല്യ വിവരം അറിയിക്കുന്നതിൽ 2 ഡോക്ടർമാർക്കും പരാജയമെന്ന് അന്വേഷണ റിപ്പോർട്ട്. 2 പേർക്കെതിരെയും നടപടിക്ക് ശുപാർശ. ആരോഗ്യവകുപ്പ് പൂഴ്ത്തിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ. ആശമാരുമായി ആരോഗ്യമന്ത്രിയുടെ ചർച്ച 3 മണിക്ക്. സമരം 53ാം ദിവസത്തിൽ. മറ്റ് ആശാ സംഘടനകളുമായും മന്ത്രി ചർച്ച നടത്തും. ഇന്നലെ ലോക്സഭയിലെ വഖഫ് ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാവുകയാണ്. ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ലോക്സഭയിൽ ഉണ്ടാകാതിരുന്ന പ്രിയങ്ക വോട്ടെടുപ്പിലും പങ്കെടുത്തില്ല. നിലവിൽ വിദേശത്താണ് പ്രിയങ്കയുള്ളത്. എന്നാൽ പാർട്ടിയെയും ലോക്സഭാ സ്പീക്കറെയും അറിയിച്ചാണ് പ്രിയങ്കയുടെ യാത്രയെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. 8 മണിക്കൂർ നിശ്ചയിച്ച വഖഫ് ചർച്ചയിൽ കോൺഗ്രസിന് അനുവദിച്ചത് 1 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:06 ആരംഭിച്ച ചർച്ചയും വോട്ടെടുപ്പും 14 മണിക്കൂർ നീണ്ടെങ്കിലും ഒരിക്കൽ പോലും വയനാട് MP സഭയിലെത്തിയില്ല. അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരിക്കണമെന്ന കോൺഗ്രസിന്റെ വിപ്പ് നിലനിൽക്കെയാണ് പ്രിയങ്കയുടെ നടപടി. സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുത്തില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാടെന്നും അതുകൊണ്ടാണ് രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രിയങ്ക വിട്ടുനിന്നത് ഇതിനോടകം ചർച്ചയായി. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ അംഗങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി ചർച്ചയിൽ പങ്കെടുത്തതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. 2ാം മോദി സർക്കാരിന്റെ കാലത്ത് വിവാദമായ NIA നിയമ ഭേദഗതിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നത് സമാനമായ രീതിയിൽ വിവാദമായിരുന്നു. ന്യൂനപക്ഷ അംഗങ്ങളെ വേട്ടയാടാൻ ബിൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആക്ഷേപം നിലനിൽക്കെ CPM അംഗം AM ആരിഫ് മാത്രമാണ് അന്ന് ബില്ലിനെ എതിർത്ത് കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഉടൻ തന്നെ ചർച്ച തുടങ്ങും. 14 മണിക്കൂർ നീണ്ട നടപടികൾക്ക് ഒടുവിലാണ് ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയത്. ഇന്ന് രാജ്യസഭയിലും ബിൽ പാസ്സാകേണ്ടതുണ്ട്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ഇന്നലെ ലോക്സഭ തള്ളിക്കളഞ്ഞിരുന്നു. ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് DMK അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, രാജ്യസഭയിലെ നിലവിലെ അംഗബലം അനുസരിച്ച് പാസാക്കി എടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ? മഞ്ജുഷ്, ഇപ്പോൾ ഏതായാലും ബില്ല് അവതരിപ്പിക്കുകയാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭ കടക്കുക, ആ കടമ്പ കടക്കുക സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രയാസമില്ല. കാരണം നിലവിൽ രാജ്യസഭയുടെ അംഗബലം 237ആണ്. 119 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ബിൽ പാസ്സാക്കാം. 122 അംഗങ്ങൾ സർക്കാർ പക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസഭയും ബില്ല് കടന്ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ഇത് നിയമമാകുകയും ചെയ്യും.
ഏതായാലും ലോക്സഭയിലേതുപോലെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് ഇന്ന് രാജ്യസഭയും സാക്ഷ്യം വഹിക്കും. കാരണം കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ ബില്ലിനെ എതിർക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒഴികെ ബാക്കി 18 അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും രാജ്യസഭയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. 8 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 1:05 അല്ലെങ്കിൽ 1:06 ചർച്ച ആരംഭിച്ചാൽ നിലവിലെ പ്രകാരം ഏതാണ്ട് 9 മണി 10 മണി വരെ ചർച്ച നീണ്ടുപോയേക്കാം. പക്ഷേ ഇന്നലെ അങ്ങനെ നിശ്ചയിച്ച ചർച്ചയാണ് അർദ്ധരാത്രി വരെ നീണ്ടതും പിന്നീട് ഭേദഗതി ഒക്കെ തന്നെ വോട്ടിനിട്ട് തള്ളുകയും ചെയ്തത്. സമാനമായ സാഹചര്യം രാജ്യസഭയിലും ഉണ്ടാകുമ്പോൾ ഒരു 12 മണി വരെയൊക്കെ ഇന്നും രാജ്യസഭാ നടപടികൾ നീണ്ടാക്കാം. ഏതായാലും ഈ ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരും എന്നത് സർക്കാരിന്റെ നിലപാടായിരുന്നു. നാളെ സഭ അവസാനിക്കാനിരിക്കെ ഇന്ന് തന്നെ രാജ്യസഭയും കടന്നേക്കും. മറുവശത്ത് പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുകയാണ്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ നിലപാട് പറഞ്ഞാണ് ബില്ല് പാസ്സായാലും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന്. ഇപ്പോൾ DMK കൂടി, തമിഴ്നാട് സർക്കാർ കൂടി വഖഫിനെ ചോദ്യം ചെയ്തുകൊണ്ട്, നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മഞ്ജുഷ്. ശരി രാകേഷ്. കിരൺ റിജിജു ഇപ്പോൾ രാജ്യസഭയിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ്. बाकी जो इस बिल में बोलने वाले हैं उनको धन्यवाद. मैं जब जवाब दूंगा आखिरी में तो मैं जवाब देते समय धन्यवाद जरूर मैं रखूंगा. सर, हर व्यक्ति, मैं तो इस सदन में एक मंत्री के रूप में बोल रहा हूं, लेकिन साधारण रूप से ये एक्सपेक्ट करता है कि कोई अच्छा काम करेगा तो उसका तारीफ भी जरूर होगा. और खास करके उन लोगों से तारीफ ज्यादा मिलेगा जिसका इच्छा को मैं पूरा कर रहा हूं. इसलिए सभापति महोदय जी, 1976 में जब वक्फ इंक्वायरी रिपोर्ट को पेश किया गया था, वो कमेटी किसने बनाया था सर? कांग्रेस सरकार ने कमेटी गठन किया, वक्फ इंक्वायरी कमीशन बिठाया. कमीशन ने जब रिपोर्ट पेश किया, बहुत लंबा रिपोर्ट है, मैं जो यहाँ रेलेवेंट है उसको कोट करता हूं. मिसयूज बाय मुतावलीस एंड द इंक्वायरी कमिटी called out the mutawalis misusing the authority and power and proposed for steps to be taken. വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് BJP. എന്നാൽ ബിൽ പാസ്സായാലും പ്രശ്നം അവസാനിക്കില്ലെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ BJP തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമാണ് CPM-ഉം കോൺഗ്രസും പ്രതികരിക്കുന്നത്. മുനമ്പത്തിന്റെ പേരിൽ ന്യൂനപക്ഷ ഐക്യവും സൗഹൃദവും നഷ്ടപ്പെടാൻ പാടില്ലെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ഒരു തെളിവ് കിട്ടിയില്ല. മുനമ്പത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ, അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടിൻ്റെ ഒരു നല്ലൊരു ശരിക്കൊരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെൻറ്റിലും നോളയും ഒരു ആലിബ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോകുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. മുനമ്പം വിഷയം ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കേണ്ടതില്ല. മുനമ്പം വിഷയം സംസ്ഥാന സർക്കാരിന് വിട്ടുകൊടുത്തതാണ്. സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്. അവര് എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? അത് സർക്കാരിൽ തീരുമാനിക്കേണ്ടത്. അവിടെ സമാധാനം ഉണ്ടാക്കണം. അവിടെ അതിന്റെ പേരിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ എതിരുണ്ടാകാൻ പാടില്ല. മതസൗഹാർദ്ദത്തിന് വിള്ളലുണ്ടാകാൻ പാടില്ല. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ബില്ലെന്നുള്ളതാണ്. പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് വരെയുള്ള വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ബാധകമല്ല എന്നുള്ളതാണ്. സർക്കാർ ഭൂമിയാണെങ്കിൽ മാത്രമാണ് അതിന് ബാധകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഹാര ക്ലോസും ഇല്ലാതെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. ഇവിടെ പലരും ചെയ്തത് മുനമ്പം വിഷയത്തെയും വഖഫ് ബില്ലിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. ഇപ്പൊ വ്യക്തമായല്ലോ, മന്ത്രി തന്നെ മന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ, ഇതിന് മുൻകാല പ്രാബല്യമില്ല. ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്നുകൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയത് നല്ലതായിരിക്കും. വഖഫ് ബില്ലിനെ ചില ജനപ്രതിനിധികൾ പിന്തുണയ്ക്കാത്തതിൽ വേദനയുണ്ടെന്ന് KCBC. ബിൽ നിയമമായാൽ മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നതാണ് പ്രധാനം. വഖഫ് ബില്ലിൽ KCBCക്ക് രാഷ്ട്രീയമില്ല, മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് അറിയില്ലെന്നും KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ടും നടക്കേണ്ട ഒരു പ്രക്രിയ നമ്മുടെ പാർലമെൻറ്റിൽ നടന്നിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം ഇനി രാജ്യസഭയിൽ വരണം, പിന്നെ ബില്ല് നിയമമാകണം. അങ്ങനെയുള്ള അതിൻ്റെ പ്രയോഗവൽക്കരണം അത് വരുന്നതനുസരിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുനമ്പം ജനതയുടെ വിഷയം
ഇതിലൂടെ എത്രമാത്രം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെയും കൂടുതൽ ആഴത്തിൽ പഠിക്കണം, എങ്ങനെ ഈ നിയമം കൊണ്ട് ഈ മുനമ്പം ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത്. നമുക്ക് വേദനയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത് ആരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. നമ്മുടെ ജനത്തിൻ്റെ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് നമ്മളുടെ പ്രതിനിധികളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. അവരത് കേൾക്കാതെ പോയതിൽ നമുക്ക് നിശ്ചയമായിട്ടും വിഷമമുണ്ട്. വഖഫ് ബിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ റവന്യൂ അവകാശങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം തീരദേശവാസികൾ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം പരാമർശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സമരത്തിലുള്ളവർ പറയുന്നു. ബില്ലിനെ എതിർത്ത കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ജനം മറുപടി നൽകുമെന്നും സമരസമിതി കൺവീനർ ജോസഫ് ബെന്നിയും ഫാദർ ആന്റണി തറയിലും പ്രതികരിച്ചു. ബിൽ ഇന്ന് രാജ്യസഭയിൽ കൂടി പാസാക്കുന്ന സാഹചര്യത്തിൽ മുനമ്പത്ത് വലിയ ആഘോഷമാണ് നടക്കുന്നത്. ലോക്സഭയിൽ വഖഫ് ബില്ല് പാസ്സായതോടെ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് മുനമ്പം നിവാസികൾ. ഇന്നലെ രാത്രി ഏറെ വൈകിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് അവർ ഈ ഒരു സന്തോഷം പങ്കിട്ടത്. തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. തുടർന്നുള്ള നിയമ നടപടികളിലൊക്കെ ഈ ഒരു ബില്ല് അത് പാസ്സായതോടുകൂടി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും മുനമ്പം സമരസമിതി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോഴും അവരെ പിന്തുണയ്ക്കാത്ത കേരള എംപിമാർക്കെതിരെ വലിയ പ്രതിഷേധവും മുനമ്പ നിവാസികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇതിനു മുൻപുള്ള സമരങ്ങളിലൊക്കെ വരികയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത എംപിമാർ പാർലമെന്റിലെത്തിയപ്പോൾ അവരെ മറന്നു, അല്ലെങ്കിൽ അവരെ ചതിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന കാര്യം കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൽ ജനങ്ങളും ഒപ്പം മുനമ്പ നിവാസികളും മറുപടി നൽകും, വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വഖഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയിൽ തിങ്കളാഴ്ച വിധി. 2 കേസുകളിലായി 4 ഹർജികളിലാണ് വിധി പറയുക. ഭൂമി ദാനം നൽകിയ സിദ്ദിഖ് സേഠിന്റെ ബന്ധുക്കൾ ഹർജിയെ എതിർത്തിട്ടുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്ന് വ്യക്തമാക്കി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന ബോർഡിന്റെ 2019 ഉത്തരവും തുടർന്ന് സ്ഥലം വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനുള്ള 2ാമത്തെ ഉത്തരവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫാറൂഖ് കോളേജിന്റെ അപ്പീലുകൾ. ജബൽപൂരിൽ ക്രിസ്തുമത വിശ്വാസികളായ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ബജ്റംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. സംഘ് പരിവാറിന്റെ സംഘടിത നീക്കത്തിന്റെ ഭാഗമാണ് ജബൽപൂരിൽ തീർത്ഥാടകർക്കെതിരെ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP ആരോപിച്ചു. An unfortunate incident was reported from Jabalpur on day before yesterday. 2 Christian fathers was brutally attacked by Vishwa Hindu Parishad in Jabalpur. The way in which this government and the BJP Sangh Parivar is attacking the minority, this is another example. Wherever they are getting a chance, they are attacking churches. This incident was happened in Madhya Pradesh. Earlier this incident was happened in Chhattisgarh and Jharkhand also. In last 1 year, 753 churches, Christian churches, has been attacked by this RSS Sangh Parivar. The government is not taking any action. ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനത്തിനെത്തിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. അക്രമികൾ തീർത്ഥാടകരുടെ വാഹനം തടഞ്ഞു നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് തീർത്ഥാടകരെ വിട്ടയച്ചെങ്കിലും അക്രമികൾ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വൈദികർ പറയുന്നത്. വൈദികരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജബൽപൂരിൽ വൈദികർക്കെതിരായി നടന്ന ആക്രമണത്തെ അപലപിക്കുന്നതായി KCBC. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ഇവിടെ നിന്നുള്ള നമ്മുടെ സംഘടനകളൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരായിട്ട് അപലപിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. ഇരുവരുമായി ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലിമ സുൽത്താനയുടെ മൊഴി. തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകളും എക്സൈസിന് കിട്ടിയിട്ടുണ്ട്.
ഹൈബ്രിഡ് കഞ്ചാവിന്റെ വൻ ലഹരിവേട്ടയ്ക്ക് തൊട്ടുപുറകെ തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട സിനിമാ ബന്ധങ്ങൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. പിന്നാലെ എക്സൈസിന്റെ സ്ഥിരീകരണവുമുണ്ടായി. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ചെന്നൈ, എറണാകുളം എന്നീ സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തസ്ലീമയുടെ ലഹരി വിൽപ്പന. അഭിനേതാക്കളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ചേർന്ന് ലഹരി ഉപയോഗിച്ചതായാണ് തസ്ലീമ മൊഴി നൽകിയിട്ടുള്ളത്. ഇവരുമായുള്ള ഫോൺ ബന്ധങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. ഇരുവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് ഉടൻ നോട്ടീസ് നൽകും. സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളത് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട സിനിമാ ഇടപാടുകളും അന്വേഷണ സംഘം തേടുന്നുണ്ട്. മൊഴിയിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ എക്സൈസ് ഉടൻ പോലീസിന് കൈമാറും. ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ എറണാകുളത്തുണ്ടായിരുന്ന ഹോം സ്റ്റേയിൽ സിനിമാ മോഹവുമായി ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് തസ്ലീമ. ഇവരുടെ ഫോൺ അന്വേഷണ സംഘം വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ലഹരി പെൺവാണിഭ റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾ അതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധുവിന്റെ സുഹൃത്ത് സുഗാന്ത് സുരേഷിന് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങൾ. മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടി. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കിട്ടി. ഇതിനിടെ സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുഗാന്ത് സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുഗാന്ത് സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുഗാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുഗാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുഗാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തൻ്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുഗാന്ത് സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനൊടുക്കാൻ പോകുന്ന വിവരം കാമുകനെ അറിയിക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം സർക്കാർ മരവിപ്പിച്ചു. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത്. ഷെറിന്റെ മോചനത്തിന് ഉന്നതതല ഇടപെടൽ നടക്കുന്നതായി ഗവർണർക്ക് പരാതി കിട്ടിയിരുന്നു.
2 മാസം മുമ്പാണ് ഭാസ്കരക്കാരനവർ കൊലക്കേസ് പ്രതി ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ജീവപര്യന്തം തടവിന് വിധിച്ച ഷെറിന്റെ ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഇളവ് നൽകാനുള്ള തീരുമാനം. അതിനിടെ മോചനത്തിനായി ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണമുയർന്നു. മന്ത്രിസഭാംഗം മോചനത്തിനായി ഇടപെട്ടെന്നും ആക്ഷേപം ഉണ്ടായി. മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷവും ജയിലിൽ സഹതടവുകാരെ കയ്യേറ്റം ചെയ്ത കേസിൽ ഷെറിൻ പ്രതിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മോചനം തടയണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി ലഭിച്ചത്. വിഷയത്തിൽ ഗവർണർ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും ആഭ്യന്തര വകുപ്പിന് സൂചന ലഭിച്ചു. തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം സർക്കാർ മരവിപ്പിച്ചത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടത്. മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നാണ് ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. കൊലപാതകത്തിൽ ഷെറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതിയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 8-ന്. കേസിൽ വാദം പൂർത്തിയായി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മകന് നീതി കിട്ടും എന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. പ്രതികളുടെ രക്ഷിതാക്കളെ പ്രേരണാക്കുറ്റം ചുമത്തി കേസിന്റെ ഭാഗമാക്കുമെന്നും പ്രതികൾക്ക് ജാമ്യം നൽകില്ല എന്നുമാണ് പ്രതീക്ഷയെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷെ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അമേരിക്കയുടെ പകരം തീരുവ നയത്തിന്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. ഇതുവരെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രതീക്ഷിച്ചത്ര തകർച്ച ഉണ്ടായിട്ടില്ല. അതേസമയം ഓരോ രാജ്യത്തിനും അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവയ്ക്ക് പിന്നിൽ ട്രംപ് പറയാത്ത കാരണങ്ങളാണ് ഉള്ളതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. India, very, very tough, very, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ ഇന്ത്യ 52% നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നില്ല. 2023 ഇത് ശരാശരി 10% മാത്രമായിരുന്നു. ഇതുപോലെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ചുമത്തുന്നുവെന്ന ട്രംപ് പറഞ്ഞ തീരുവയും തെറ്റാണ്. പ്രഖ്യാപനം വന്നതു മുതൽ ട്രംപിന് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന പരിശോധനയിലാണ് സാമ്പത്തിക വിദഗ്ധർ. അത് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ വ്യത്യാസമാണെന്നാണ് പലരും പറയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യ $87 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. ഏതാണ്ട് $42 ബില്യൺ ഇറക്കുമതിയെ അവിടെ നിന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. വ്യത്യാസം $45 ബില്യൺ. ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ 52%. ഇതേ 52% ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഏർപ്പെടുത്തിയ ചുങ്കമായി അവതരിപ്പിച്ചത്. മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയേക്കാൾ എത്ര കുറവാണ് ഇറക്കുമതിയെന്ന് നോക്കിയാണ് അമേരിക്ക പുതിയ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ പ്രതീക്ഷിച്ചത്ര തകർച്ച ഇതുവരെ നേരിട്ടിട്ടില്ല. പ്രധാന കാരണം പുതിയ തീരുവയിൽ നിന്ന് ചില മേഖലകൾ ഒഴിവാക്കിയതാണ്. മരുന്നുകൾ, സ്റ്റീൽ, അലൂമിനിയം, വാഹനങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നീ മേഖലകളാണത്. അവയുടെ മികച്ച പ്രകടനം ഇന്ത്യൻ വിപണിയെ താങ്ങി നിർത്തി. അമേരിക്ക തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിലെ അടുത്ത ഘട്ടം അവിടേക്ക് അയക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കും എന്നതായിരിക്കും. ഇതിനുവേണ്ടി രാജ്യങ്ങൾ തമ്മിൽ വലിയ മത്സരം തുടങ്ങും. ചൈനീസ് കാറുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് അതിലൊന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പകരം ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടി കേരളത്തിന്റെ കശുവണ്ടി ഉൾപ്പെടെയുള്ള കയറ്റുമതി വിപണിയെ ബാധിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കണം. ആഗോളവൽക്കരണം പരാജയപ്പെട്ടതിന്റെ തെളിവാണ് ചുങ്കം ചുമത്തലെന്നും മന്ത്രി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ തന്നെ ചില ഉയർന്ന ചുങ്കം ഇങ്ങോട്ടുള്ളതിന് ചുമത്താൻ വ്യാപാര സംഘടനകൾ അനുമതി നൽകിയിരുന്നത്
നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടന എന്ന നിലയിലാണ്. ഇപ്പോൾ അതിന് ആനുപാതികമായി ഉയർന്ന ചുങ്കം വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണിയെ പരിമിതപ്പെടുത്തും. പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ കശുവണ്ടി, കാർഷിക ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കെല്ലാം കുറെ കൂടി ഒരു വലിയ വിപണി ഇപ്പോൾ അമേരിക്കയിൽ ലഭ്യമാകുന്നുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങളെ കൂടി ബാധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ശക്തമായി തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റു പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത് പോലെ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ആളുകളെ തന്നെ കയറ്റി അയച്ച സന്ദർഭത്തിൽ അവർ സ്വീകരിച്ചതുപോലെ ഇന്ത്യൻ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് കഴിയേണ്ടതുണ്ട്. പാർട്ടി നേതൃത്വത്തിലെ 75 വയസ്സ് പരിധിക്കെതിരെ പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം. പ്രായപരിധി നിബന്ധന ഒഴിവാക്കണമെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ആവശ്യമുണ്ടായി. നേതാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത് നേതൃത്വത്തിൽ ശൂന്യത ഉണ്ടാക്കുമെന്നാണ് വാദം. പോളിറ്റ് ബ്യൂറോയിൽ മാത്രം 7 നേതാക്കൾക്കാണ് 75 വയസ്സ് പൂർത്തിയായത്. കണ്ണൂരിൽ ചേർന്ന 23-ാം പാർട്ടി കോൺഗ്രസാണ് പാർട്ടി ഭരണഘടനാ ഭേദഗതിയിലൂടെ 75 വയസ്സെന്ന നിബന്ധന കൊണ്ടുവന്നത്. ഇത് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം CPM-ൽ ശക്തമാണ്. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്റെ ഗ്രൂപ്പ് ചർച്ചയിലാണ് പ്രായപരിധി നിബന്ധന എടുത്തു കളയണമെന്ന ആവശ്യം ഉയർന്നത്. കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ 4 പേർ ഇക്കാര്യം ഉന്നയിച്ചു. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങൾക്കും സമാന നിലപാടെന്നാണ് സൂചന. പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിലും കേരളവും ബംഗാളും ആവശ്യം ശക്തമാക്കിയാൽ പ്രായപരിധി നിബന്ധനയിൽ പുനരാലോചന ഉണ്ടായേക്കും. ഇതിനായി പാർട്ടി ഭരണഘടനയിൽ ഭേദഗതി വേണ്ടിവരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 7 PB അംഗങ്ങളാണ് 75 വയസ്സ് പിന്നിട്ടത്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, സുഭാഷിണി അലി, മണിക് സർക്കാർ, G രാമകൃഷ്ണൻ എന്നിവർ. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്താൻ വിഷമിക്കുന്ന പാർട്ടിക്ക് ഇത്രയും നേതാക്കൾ ഒറ്റയടിക്ക് കളമൊഴിയുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് പ്രായം മാത്രം മാനദണ്ഡമാക്കാതെ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന പരിചയവും കണക്കിലെടുക്കണമെന്ന് നിർദ്ദേശമുയരുന്നത്. ഒഴിയുന്ന നേതാക്കളെ ഉന്നത സമിതികളിൽ തന്നെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. VV അരുൺ, ന്യൂസ് 18, മധുര. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനെയും കരട് രാഷ്ട്രീയ പ്രമേയത്തെയും പൂർണ്ണമായും പിന്തുണച്ച് കേരളത്തിലെ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കണം. ചർച്ചയിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ച KK രാഗേഷാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തും. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സ്റ്റാലിൻ പങ്കെടുക്കും. നാളെ വൈകിട്ട് BB രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. NDA സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം ചേർത്തലയിൽ തുടങ്ങും. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ മുന്നണി യോഗമാണിത്. കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ തുടരുന്ന BDJS-ന് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ട്. യോഗത്തിന് മുൻപായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും തുഷാർ വെള്ളാപ്പള്ളിയുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. രാവിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും രാജീവ് ചന്ദ്രശേഖർ കണ്ടിരുന്നു. കൊച്ചി വിട്ട് കോഴിക്കോട് കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കോഴിക്കോട്ടേക്ക് ക്ലബിന്റെ ആസ്ഥാനം മാറ്റുന്നത് പരിഗണനയിലെന്ന് CEO അഭിക് ചാറ്റർജി പറഞ്ഞു. ആരാധകരുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ആസ്ഥാനം മാറ്റുന്ന കാര്യം ആലോചിക്കുന്നത്. If you've seen how Northeast United, for example, have done this season, they're trying to explore more pockets within the state to bring the game closer to the other fans. We have something similar in mind. This is not finalized yet because to want to do it and to get to do it, obviously infrastructure from a league standpoint, a lot of improvements to get that window to play games, all of these are the obstacles we need to overcome. But we have an intent for sure to explore Calicut 100%, and if things align, you could see us playing some games there next season. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ. ആസ്ഥാനം കൊച്ചി അല്ലായിരിക്കും, ഇനി കോഴിക്കോടാണെന്ന്. മഞ്ജുഷ, ബ്ലാസ്റ്റേഴ്സ് കൊച്ചി അതിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട്
കോഴിക്കോട് കേന്ദ്രീകരിക്കാനുള്ളൊരു പ്രാഥമികമായ തയ്യാറെടുപ്പുകൾ അത് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ അത്തരം ചില പറഞ്ഞു കേൾക്കലുണ്ടായിരുന്നു. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് CEO അഭിക് ചാറ്റർജിയുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് കുറെ കൂടി കടമ്പകൾ കടക്കാനുണ്ട്. കാരണം ഇതിൻ്റെ ലീഗിൻ്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനുണ്ട്. എങ്കിലും അത്തരമൊരു ആശയം അവർക്കുള്ളിലുണ്ട് എന്ന് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് തന്നെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ GCDയുമായിട്ടുള്ള ചില തർക്കങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആരാധകരുടെ സൗകര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലബാറിൽ നിന്നാണ് കൂടുതൽ ആരാധകർ ഇവിടേക്ക് എത്തുന്നത്. അത് നമ്മൾക്ക് അവിടെ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുമ്പോഴെല്ലാം തന്നെ അറിയാം. കൂടുതൽ കളി ആരവങ്ങൾ ഉയരുന്നത് മലബാറിൽ നിന്നുള്ള ആരാധകർ തന്നെയാണ് ഇങ്ങോട്ട് എത്തുന്നത്. മഞ്ഞപ്പടയുടെ ഒരു ബലം എന്ന് പറയുന്നതും ഈ ആരാധകർ തന്നെയാണ്. അവർക്ക് കൂടി വേണ്ടിയാണ് എന്നതെല്ലാം പറയുമ്പോൾ പോലും GCDയുമായി നിലനിൽക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതും ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അത്തരമൊരു ആശയം, അത്തരമൊരു ആലോചന ബ്ലാസ്റ്റേഴ്സിനകത്ത് നടക്കുന്നു എന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ISLന്റെ അനുമതി, അതിന് ഔദ്യോഗിക തലത്തിലുള്ള ഒരു അനുമതി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മത്സരമെങ്കിലും അടുത്ത സീസണെങ്കിലും ഇവിടേക്ക് കോഴിക്കോട്ടേക്ക് കേന്ദ്രീകരിക്കാൻ അടക്കം ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് അറിയപ്പെടുക കോഴിക്കോടിന്റെ മലബാറിന്റെ തട്ടകത്തിൽ നിന്നായിരിക്കുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അത്തരമൊരു വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഡോക്ടർ CV പുഷ്പകുമാരി, ഡോക്ടർ KA ഷെർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് പ്രതികരിച്ചു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.